ഈ കാണുന്ന കോഴിക്കുഞ്ഞിന് ഈ കണ്ണിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ കണ്ണിനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ നോക്കാം, എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ നോക്കാം. ഈ ഒരു കണ്ണിൽ ഇൻഫെക്ഷൻ ചെറുതായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഇറിറ്റേഷൻ കാരണം ഇത് കാലും കൊണ്ട് ചൊറിഞ്ഞാണ് ആ ഒരു ഭാഗത്ത് നീര് വന്നിരിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സിപ്ലോക്സ് ഡി ആണ്. സാധാരണ കോഴിയുടെ കണ്ണിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മരുന്നാണ് ഉപയോഗിക്കുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു 25 രൂപയിൽ താഴെ നമുക്ക് ഈ മരുന്ന് മേടിക്കാൻ സാധിക്കും. ഈ ഒരു മരുന്ന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കോഴിയുടെ കണ്ണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഒരു ലിക്വിഡ് പോലെ ഇങ്ങനെ പതഞ്ഞിരിപ്പുണ്ട്. അത് നമ്മളിങ്ങനെ ഒരു ബഡ്സ് കൊണ്ട് ക്ലീൻ ചെയ്ത് കളയുവാണ്. ഈ ഒരു കണ്ണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇറിറ്റേഷൻ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മരുന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ കണ്ണിലും ഓരോ ഡ്രോപ്പ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ കണ്ണിൽ ചെറുതായിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസ് കണ്ടതുകൊണ്ട് ഇപ്പോഴത്തെ കണ്ണിൽ നമ്മൾ ഒരു ഡ്രോപ്പ് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ 3-4 ദിവസത്തേക്ക് രാവിലെയും വൈകിട്ടും ഇതുപോലെ തന്നെ തുള്ളിമരുന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോഴത്തെ എൻ്റെ കണ്ണിൻ്റെ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് മാറിക്കോളും. അതുപോലെ തന്നെ കോഴി ഇപ്പം നല്ല ആക്റ്റീവാണ്. ഈ ഒരു ഇൻഫെക്ഷൻ വന്നുകൊണ്ട് തന്നെ മറ്റുള്ള കോഴിയിൽ നിന്ന് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്താണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്.